1 കോടി കൊടുത്താൽ മോള് വിട്ട് കിട്ടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? വീണ്ടും അവർ ഡിമാൻഡ് ചെയ്താൽ? അങ്ങനെ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുടെ മിടുക്കുപോലിരിക്കും കാര്യങ്ങൾ. ഐ മീൻ എ മീഡിയേറ്റർ. മുംബൈയിലും കൽക്കട്ടയിലുമൊക്കെ ഇത്തരം സംഘങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാൾ. ഇതുപോലൊരു പ്രോബ്ലം ഡൽഹി ഡിഫൻസ് മിനിസ്റ്റർക്ക് വന്നപ്പോ സഹായിച്ചത് മുംബൈയിൽ നിന്നൊരാളാ, അതും പോലീസിന്റെ അറിവോടെ. അന്ന് ഞാൻ ആ ഡിഫൻസ് മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിരുന്നു. അയാൾ ഒരു ലോക്കൽ ഗുണ്ടയല്ല, പക്ക ക്രിമിനലുമല്ല, അധോലോക നായകനുമല്ല. എന്നാലോ അവർക്ക് മേലെ കാര്യങ്ങൾ തീർപ്പാക്കാൻ മിടുക്കൻ. മുംബൈ പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എ ഹൈലി പെയ്ഡ് ഇൻഫോർമർ. എനിക്ക് അയാളിൽ വിശ്വാസമുണ്ട്, നേരിട്ട് ബന്ധവുമുണ്ട്. താൻ എന്ത് പറയുന്നു? സർ, ഹോം സെക്രട്ടറി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ സംശയമാണ് സർ. വർമ്മ ആരെ ഉദ്ദേശിക്കുന്നത്? മുംബൈ അണ്ടർവേൾഡിലെ അയാൾക്കൊരു ഓമന പേരുണ്ട്, ഷേർ സൺ. സൺ ഓഫ് ഷേർ, സിംഹകുട്ടി. Actually, he is a Malayali. Original name is Christy. Christy Varghese Mapla. നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾക്കിടയിൽ അയാൾ മദ്രാസി മാപ്പിളയാണ്. ഞാൻ ആരാണെന്ന് കേരള പോലീസിനും കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർക്കും എന്നെ അറിയാം. എന്നിട്ടും സാറിന് എന്നെ മനസ്സിലായില്ല. സാറേ, അയാളുടെ കുക്ക കുശിനിക്കാരൻ. ഒരു സിംഹക്കുട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ അറിയാതെ ഒളിഞ്ഞു നോക്കി പോയതാ സാറേ. അണ്ടർവേൾഡ് കിങ്, അധോലോക ചക്രവർത്തി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കാണാൻ കൊതിയാകുന്നു. പറയൂ സാർ, എപ്പോഴാ കിങ് വരുന്നത്? ഹലോ ക്രിസ്റ്റി, ഐ ആം വർമ്മ. See, I want to talk to a very serious matter. എന്തായിടോ? കേരളത്തിലേക്ക് അയാൾക്ക് താല്പര്യമില്ലെന്ന്. ഡോണ്ട് വറി സാർ, ഞാൻ ഡൽഹിയിൽ നിന്ന് പറയിപ്പിച്ചോളാം. ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞാൽ അയാൾക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. പിന്നെ എന്തായാലും സാർ, മുംബൈ ടു കൊച്ചിൻ ഇമ്മീഡിയറ്റ്ലി 2-3 എയർ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം, ബിസിനസ് ക്ലാസ്. എയർപോർട്ടിലേക്ക് ഒരു ബെൻസ് കാറും. വെൽക്കം ടു കൊച്ചിൻ. മിനിസ്റ്റർ ദേവിലാൽ പട്ടേൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്, അതുകൊണ്ട് മാത്രം. ഹോം മിനിസ്റ്റർ സുധാകരൻ സാർ. ഹലോ. ഹലോ. IG ചന്ദ്രദാസ്. ഹലോ. ഹലോ. ഇത് കമ്മീഷണർ ഹരിഹരൻ തമ്പി. ഹലോ. ഹലോ. അയ്യോ സാറേ, ഇത് അങ്ങാട്ടങ്ങാട്ടാ പിടിച്ചാണ്. എന്റെ പളനിമല അയ്യപ്പാ. അയ്യോ, ഞാൻ കടിച്ച് തിന്നട്ടാ. കുട്ടിക്കാലത്ത് അധോലോക സിനിമകൾ കണ്ടു കണ്ട് അധോലോക ചക്രവർത്തിയാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നാട് വിട്ടിറങ്ങിയതാ ഞാൻ. ഇപ്പോഴും ഇവിടുത്തെ അടുക്കള ചക്രവർത്തിയായിട്ട് വാഴുന്നു. എന്നെ അനുഗ്രഹിക്കണം സാറിന് പാവം കിട്ടും. എന്നെ അങ്ങനെ വലിച്ചെറിയരുത്. ഐ ആം അണ്ടർവേൾഡ് കിങ്. പോയാ. Okay, let's come to the matter. എന്താണ് അവരുടെ ഡിമാൻഡ്സ്? 1 കോടി. പണം എന്റെ കയ്യിലുണ്ട്. എത്ര? 1 കോടി. അത് പോരല്ലോ. 2 കോടി 10 ലക്ഷം. 1 കോടി അവർക്ക്, 1 കോടി 10 ലക്ഷം എനിക്ക്.
ഫീസിന്റെ കാര്യത്തിൽ അവരെക്കാൾ ഒരു പടി മുന്നിലാ ഞാൻ. കണക്ക് പറയുന്നത് ഒരു മന്ത്രിയോടാണെന്ന് ഓർമ്മ വേണം. അല്ല, ഒരു പാലം വിട്ട്. പാലം വേണ്ട. പാലം പണിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം എനിക്കില്ല. സാർ, നമുക്ക് നമ്മളുടെ മോളുടെ ജീവനിലെ സാർ വലുത്. പണം കൊടുക്കാതെ തന്നെ എന്റെ മോളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ തനിക്ക്? എന്താ ഇത്? ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ടേ സാർ? ഈ കിഡ്നാപ്പ് ചെയ്ത ആൾ എവിടെയാന്ന് എഴുതിയിട്ട് തന്റെ നീക്കം? ഇവിടുത്തെ ലാൻഡ് ലൈനിലേക്ക് വന്ന ഫസ്റ്റ് കോൾ ഫ്രം കൽക്കട്ട, സെക്കൻഡ് കോൾ ഫ്രം മുംബൈ, തേർഡ് വൺ ഫ്രം ഡൽഹി. അതും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് 4 മണിക്കൂറിനുള്ളിൽ. ഇത്രയും സമയത്തിനകം ഈ പറഞ്ഞ 3 സ്ഥലത്തും പെൺകുട്ടിയുമായി അവർക്ക് എത്തിച്ചേരാൻ കഴിയില്ല. സോ അവർ കേരളം വിട്ടു പോയിട്ടില്ല. ബാക്കി കാര്യം എനിക്ക് വിട്ടേക്കൂ സർ. നോ രഞ്ജിത്ത് സർ, യു അറ്റൻഡ് ദ കോൾ. ഹലോ, എവിടെ? സർ, പണവുമായി ഷിപ്പ്യാർഡിൽ 2-ാം നമ്പർ ക്രെയിനിന് സമീപം നിൽക്കണമെന്ന്. അവിടെ അയാളുടെ ആള് വരുമെന്ന്. ഇനിയിപ്പോ കാര്യം നിസ്സാരമല്ലേ? ആ ഏജന്റിനെ പിന്തുടർന്നാൽ ഏത് വീട്ടിക്കും സ്ഥലത്തെത്താം. അനിയന്റെ പേരെന്താന്നാ പറഞ്ഞ? ഹരിഹരൻ തുമ്പി. തമ്പി. ഹരിഹരോ, ഈ കൊള്ളക്കാരും ക്രിമിനൽസും കിഡ്നാപ്പേഴ്സും ഒക്കെ വെറും മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്ന പോലീസുകാരാണ് യഥാർത്ഥ മണ്ടന്മാർ. ഞങ്ങളൊക്കെ പഠിച്ച് IPS എടുത്തിട്ടില്ലെങ്കിലും ഈ കളിയിൽ ICS നേടിയവരാണ്. ഇന്ത്യൻ ക്രിമിനൽ സർവീസ്. അതങ്ങ് മസൂരിയിൽ നിന്ന് ചാർത്തി കിട്ടുന്ന ഒരു പട്ടമല്ല, അണ്ടർവേൾഡിൽ നിന്ന് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. അതുകൊണ്ട് ഡോണ്ട് ബി എ ഫൂൾ. ഓക്കെ? സോറി സർ. ഹരിഹരോ, വൺ മോർ തിങ്. എന്നെ പിന്തുടർന്ന് എന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പോലീസിന്റെ തന്ത്രം എന്റെ അടുത്ത് കാണിച്ചാൽ നെഞ്ചിൽ കത്തികയറ്റിക്കളയും ഞാൻ. പിന്നെ അത് S ആകൃതിയിലുള്ളതാണോ T ആകൃതിയിലുള്ളതാണോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിടേണ്ട ചുമതല മന്ത്രിക്കുണ്ടായിരുന്നു. രഞ്ജിത്ത് ജി, ടേക്ക് ദ ഫോൺ. ഓക്കെ സർ, ബ്രിങ് ദ മണി. ക്യാഷ്. പുരുഷോത്തമൻ സാർ, ആ ക്യാഷ് എടുത്ത് കൊടുത്തേക്ക്. ഓ, ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ കിടന്നവന്റെ പ്രകടനം കണ്ടില്ലേ? ബോൾ ഇപ്പൊ അവന്റെ കോർട്ടിലാ. എന്റെ മോളെ തിരിച്ചു കിട്ടിയ പിന്നെ കേരളത്തിലെ മന്ത്രിയും പോലീസും ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഹലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ സ്കോർപിയോ എന്റെ ആൾക്കാരുടേതാണ്. അത് പക്ഷേ നിങ്ങളെ വാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം. എന്റെ ഏജന്റ് കടൽ മാർഗം വരും. പണം അയാൾക്ക് കൈമാറി 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എന്റെ കോൾ വരും. അതുവരെ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്യരുത്. വൈപ്പിനടുത്താണ്.
എന്റെ അച്ഛന്റെ കയ്യിൽ പണമില്ല, ഒരു ചില്ലി കാശ് നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായടി? ഇത് കണ്ടോ, 1 കോടി രൂപ. പണം കിട്ടിയില്ലേ? ഇനി എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അങ്ങനെ ഇപ്പൊ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കർത്താവായിട്ട് ഓരോ വഴി കാണിച്ചു തരുമ്പോ നമ്മളായിട്ട് അത് തട്ടിക്കളയരുത്.